വാഹനമിടിച്ച ശേഷം സുരേഷ് എന്നയാളെ വീട്ടിൽ പൂട്ടിയിട്ട് ഇരുചക്ര വാഹനത്തിലെത്തിയവർ കടന്നു കളഞ്ഞുവെന്നാണ് പോലീസ് കരുതുന്നത്. സുരേഷിനെ അന്വേഷിച്ച് 2 ദിവസങ്ങളായി ചിലർ ഇവിടെ എത്തിയെന്നും നാട്ടുകാർ പറയുന്നു. ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുരേഷിന് ഇരുചക്ര വാഹനം ഇടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഈ അപകടത്തിലും ദുരൂഹതകൾ ഏറുകയാണ്. ശനിയാഴ്ച രാത്രിയാണ് ബൈക്കിലെത്തിയ 2 യുവാക്കൾ റോഡരികിൽ നിൽക്കുകയായിരുന്ന സുരേഷിനെ ഇടിച്ചിടുന്നത്. അപകടശേഷം അബോധാവസ്ഥയിലായ സുരേഷിനെ ഇടിച്ചിട്ടവർ തന്നെ സുരേഷ് താമസിക്കുന്ന സമീപത്തെ മുറിയിൽ കൊണ്ടിരുത്തി വാതിൽ ചാരിയിട്ട ശേഷം കടന്നു കളയുകയായിരുന്നു. വാഹനം കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. രാത്രി ഒരു 11 മണിയോടുകൂടി സംഭവിച്ചെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇല്ല, ശരീരം മൊത്തം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം നിലവിലൊന്നും വ്യക്തമായിട്ടില്ല. എങ്കിലും തലയ്ക്ക് ചിലവേറ്റതായിട്ട് മനസ്സിലാവും. പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഐഡന്റിഫൈഡ് ആയിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുറിക്കുള്ളിൽ നിന്ന് ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഭയങ്കര ഒരു ദുർഗന്ധം വന്ന് അങ്ങനെ നാട്ടുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ ഒരു സ്മെല്ലുണ്ടെന്ന് അങ്ങനെ സ്റ്റേഷനിൽ അറിയിക്കുകയും തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് ഉടനെ തന്നെ പോലീസ് വന്ന് നോക്കിയപ്പോൾ ഞാൻ അകത്ത് ഒരാൾ കതക് പൂട്ടിയിട്ടില്ല, ശാരി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അകത്തൊരാൾ മരണപ്പെട്ട് കിടക്കുന്ന നല്ല ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അപകടമുണ്ടാക്കിയവർ സമീപ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ എന്ന സംശയമുണ്ട്. അപകടം ഉണ്ടായ ആൾക്കാരെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെയും ഈ വീടിനെയും നല്ലതുപോലെ അറിയാത്തക്ക ആൾക്കാരാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാലങ്ങളായി തടിപ്പണി ചെയ്യുന്ന ആളാണ് സുരേഷ്. ഇടയ്ക്കിടെ മാത്രമാണ് പുറത്ത് കണ്ടിരുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്. കഴിഞ്ഞ 5 ദിവസമായി സുരേഷിനെ കാണാത്തതും സംശയത്തിന് ഇടയാക്കി. മൃതദേഹം പുറത്തെടുക്കുമ്പോൾ അഴുകിയ നിലയിലായിരുന്നു. ചികിത്സ ലഭിക്കാതിരുന്നതും ആന്തരിക ക്ഷതമേറ്റതുമാണ് മരണകാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. 24 തിരുവനന്തപുരം.